ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിസിക്കൽ കെമിസ്ട്രി 2 എക്സാം എളുപ്പമായി കാണും എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനുള്ള സാവകാശം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഓരോ മോഡ്യൂളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം അത് കണ്ടിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ അയച്ചു തന്നു കുട്ടികൾ. ക്വസ്റ്റ്യനിൽ ഞാനൊരു 50-60% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ചെയ്തത്. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞു തരാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ, അല്ലാതെ ഓരോ കോൺസെപ്റ്റ്സ് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരു 90%-ലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി. അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുട്ടികളും അത് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിലും ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നിങ്ങൾ പഠിക്കണം. ഈ പഠിക്കുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ എളുപ്പമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ ക്വസ്റ്റ്യന് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്തത്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ക്വസ്റ്റ്യന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് ആൻസർ ചെയ്യണം. അപ്പോൾ കെമിസ്ട്രി ആയതുകൊണ്ട് അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ ഡെഫിനിഷൻ എഴുതണം, അതുപോലെ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതണം, അതുപോലെ തന്നെ അതിന് സ്ട്രക്ചറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതും എഴുതണം. മാർക്ക് അനുസരിച്ച് എഴുതിയാൽ മതി എന്ന് മാത്രം. അപ്പം ഒരേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ 1 മാർക്കിന് എങ്ങനെ ആൻസർ ചെയ്യും, 2 മാർക്സിന് എങ്ങനെ ആൻസർ ചെയ്യും, 4 മാർക്സിന് എങ്ങനെ ആൻസർ ചെയ്യും, അതുപോലെ എസ് എ ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ട് വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യും, ഈ രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതി പഠിച്ച് വേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിക്ക് 2-3 ദിവസമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും സബ് ടോപ്പിക്സും എൻ്റെ കഴിവിനനുസരിച്ച് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ വീഡിയോ അല്പം ലെങ്ത് കൂടുകയാണെങ്കിൽ നമുക്ക് അത് എന്തായാലും അതിൻ്റെ ഫണ്ടമെൻ്റൽസ് പറയാം. പിന്നെ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡ്യൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റോ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ എനിക്ക് പരിചയമില്ല. നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് തമ്മിൽ ഞാനും കാണുന്നില്ല നിങ്ങളും കാണുന്നില്ല. പക്ഷേ നമ്മളൊരു കമ്മ്യൂണിക്കേഷനുണ്ട് അല്ലേ? ക്ലാസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ കുട്ടികൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിനൊരു പോപ്പുലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവരും കാണുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കെമിസ്ട്രി താല്പര്യമുള്ളവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കെമിസ്ട്രി സ്പെഷ്യൽ വീഡിയോസിനൊന്നും വ്യൂവേഴ്സ് ഇല്ലാത്തത്. നമ്മളല്ലാതെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തരണം. അതിനിപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 4 പേര് നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണും. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് കാണും, നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും, ക്ലാസ്മേറ്റ്സ് കാണും, നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ, നിങ്ങളുടെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ഒക്കെ ഫ്രണ്ട്സ് കാണും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും കൂടെ ഒരു മൊബൈലിൽ നിന്ന് എനിക്ക് സബ്സ്ക്രിപ്ഷൻ മേടിച്ച് തരണം. അങ്ങനെ ഒരു മാക്സിമം ഒരു കുട്ടി ഒരു 20 സബ്സ്ക്രൈബേഴ്സിനെ തന്നാൽ ഞാൻ നോക്കും. നാളെ ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് എത്രമാത്രം സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ എല്ലാം റെഡിയാക്കി എഡിറ്റ് ചെയ്ത് വയ്ക്കും, പക്ഷേ സബ്സ്ക്രിപ്ഷൻ കൂടുന്ന അനുസരിച്ച് മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അത് എൻ്റെ ഒരു നിർബന്ധമാണ്. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം മാറി ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷേ നിങ്ങളും എന്നെ സഹായിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് നിർബന്ധ ബുദ്ധിയൊന്നുമല്ല.
നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഈ കെംബിറ്റ്സ് ചാനൽ എടുത്തിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഒരു ലൈക്കും ഷെയറും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വേഗം തന്നെ പഠിക്കാൻ ആരംഭിച്ചോളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇനി വരുന്ന ഓർഗാനിക് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി 3യും ഏറ്റവും എളുപ്പമായിട്ട് ആൻസേഴ്സ് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പോൾ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി പേപ്പറിലേക്ക് പോവാം. ഓർഗാനിക്കിൽ നമുക്ക് ഈ സെമസ്റ്റർ 6ലെ ഓർഗാനിക്കിൻ്റെ കോഡ് എന്ന് പറയുന്നത് CH1642 ആണ്. ഇത് ഞാൻ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കോഡ് നോക്കി വേണം എഴുതാൻ. ഇപ്പോൾ ഒരേ എക്സാമിനേഷൻ ഹാളിലൊക്കെ ഇരിക്കുമ്പം റിപ്പീറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കോഡൊക്കെ മാറി വരാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കർശനമായിട്ട് നോക്കണമെന്ന് പറയുന്നത്. CH1642. അതുപോലെ തന്നെ അഡ്മിഷൻ നോക്കണം. 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 2020 അഡ്മിഷൻ ഓൺവേർഡ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡും. ഇത് ഓരോ സിലബസ് റിവൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് മാറി വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2025 മാർച്ച് ഏപ്രിലിലെ ഓർഗാനിക് കെമിസ്ട്രി S6 പരീക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം മോഡ്യൂൾസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് ഡ്രഗ്സ് ആണ്. പിന്നെ നമ്മുടെ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. ദെൻ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോഡക്ട്സ്. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് സോപ്സ്, ഡിറ്റർജൻറ്റ്സ് ആൻഡ് പോളിമേഴ്സ്. ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി 1 ആൻഡ് സ്പെക്ട്രോസ്കോപ്പി 2 ആണ്. അപ്പോൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി 1 ആൻഡ് 2 നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്പെക്ട്രോസ്കോപ്പി 1 ആൻഡ് 2 നിങ്ങളുടെ ഫിസിക്കൽ 2വിലെ 2 ഇമ്പോർട്ടൻറ്റ് മോഡ്യൂൾസ് ആയിരുന്നു. അത് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് സ്പെക്ട്രോസ്കോപ്പിയുടെ തിയറി മുഴുവൻ നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിസിക്കൽ S6-നകത്ത് തന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ സ്പെക്ട്രോസ്കോപ്പിയും ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയും കൂടെ ഒരുമിച്ച് ഒരേ കുട്ടിക്ക് പഠിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തിയറി പഠിക്കുകയും അതോടൊപ്പം തന്നെ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് ഒരേ സമയം തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു പ്രൊവിഷനാണ് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിച്ച അതേ തിയറി ഓർഗാനിക് മോളിക്യൂൾസിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പെക്ട്രം വെച്ചിട്ട് മോളിക്യൂൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ മോളിക്യൂളിലെയും ഫങ്ഷണൽ ഗ്രൂപ്പിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, ഇതെല്ലാം നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷനായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്രമത്തിൽ വരാം. ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പോൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ആദ്യം തന്നെ ഹെട്രോസൈക്ലിക്സ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ ടൈപ്പ് മോളിക്യൂളാണ്. പക്ഷേ ബെൻസീൻ റിങ്ങിൽ കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ റിങ് ആറ്റമായിട്ട്. ഹെട്രോസൈക്ലിക്സിൽ മറ്റ് ആറ്റങ്ങൾ മെയിനായിട്ട് നൈട്രജനും ഓക്സിജനും പിന്നെ സൾഫർ കോമ്പൗണ്ട്സും ഉണ്ട്. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ അതായത് 5 മെമ്പേർഡ് റിങ്, 6 മെമ്പേർഡ് റിങ് ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നൈട്രോ കോമ്പൗണ്ട്സ്, അതുപോലെ ഓക്സിജൻ ഹെട്രോ ആറ്റമായിട്ട് വരുന്ന കോമ്പൗണ്ട്സും ഉണ്ട്. പിന്നെ അവിടെ ആരമാറ്റിസിറ്റി, അതായത് ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ബെൻസീനെ പോലെ ആരമാറ്റിക് ആണോ, ആണെങ്കിൽ എന്തുകൊണ്ട്, അതായത് 4n+2 പൈ ഇലക്ട്രോൺ റൂള് ഇവിടെ ഒബേ ചെയ്യുന്നുണ്ടോ, അതാണല്ലോ ആരമാറ്റിസിറ്റിയുടെ ക്രൈറ്റീരിയൻ. അപ്പോൾ ആരമാറ്റിസിറ്റി എന്ന് പറയുന്നത് 4n+2 പൈ റൂൾ, ദാറ്റ് ഈസ് ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾക്ക് പിറിഡീൻ, പൈറോൾ, തൈഫീൻ ഇതിനകത്തൊക്കെ ഈ അരോമാറ്റിസിറ്റി പ്രൂവ് ചെയ്യണം, അത് പഠിക്കുക. ദെൻ ബേസിസിറ്റി ഓഫ് പിറിഡീൻ ആൻഡ് പൈറോൾ. പിറിഡീൻ എന്ന് പറയുന്നത് 6 മെമ്പേർഡ് നൈട്രജൻ കോമ്പൗണ്ടാണ്. പൈറോൾ എന്ന് പറയുന്നത് 5 മെമ്പേർഡ് നൈട്രജൻ കോമ്പൗണ്ടാണ്. ഈ പൈറോളൊക്കെ നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിച്ചതാണ്. അത് നമ്മൾ ബയോകെമിസ്ട്രിയിൽ നമുക്ക്
ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ മെറ്റലോ പോർഫൈറിൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഈ പൈറോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ടിൽ ഈ നൈട്രജൻ്റെ പ്രസൻസ്, ആ നൈട്രജൻ്റെ പ്രസൻസ് റിങ്ങിൽ വരുമ്പം ആ നൈട്രജൻ്റെ ലോൺ പെയർ ആണ് അതിന് അമോണിയയ്ക്ക് ബേസിക് ക്യാരക്ടർ കൊടുക്കുന്നത്. അപ്പം പിറിഡീനകത്തും പൈറോളിനകത്തും ഈ നൈട്രജൻ്റെ ലോൺ പെയർ അവൈലബിൾ ആണോ, അതോ അത് അരോമാറ്റിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ 4n+2 പൈ ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൈട്രജൻ്റെ ലോൺ പെയർസ് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസിക് ക്യാരക്ടർ എങ്ങനെ വരും? അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജൻ ആറ്റം എങ്ങനെയാണ്? അതാണ് ബേസിറ്റി. ദറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിറിഡീൻ്റെയും പൈറോളിൻ്റെയും ബേസിക് ക്യാരക്ടർ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, അരോമാറ്റിസിറ്റി പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, പിറിഡീൻ, പൈറോൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ പ്രിപ്പറേഷൻ. അതിൽ ഞാൻ നേരത്തെ തന്നെ S4-ലും S5-ലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ നെയിം റിയാക്ഷൻസ്, അത് ഓക്സിഡേഷൻ ആകട്ടെ, റിഡക്ഷൻ ആകട്ടെ, സിന്തസിസ് ആകട്ടെ, കണ്ടൻസേഷൻ ആകട്ടെ, പോളിമറൈസേഷൻ ആകട്ടെ, അങ്ങനെ സ്പെഷ്യൽ നെയിം വരുന്ന റിയാക്ഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഓരോ നെയിം റിയാക്ഷനും എടുത്ത് പഠിക്കുക. അപ്പോൾ ഈ നെയിം റിയാക്ഷൻസ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വരുന്ന മോഡ്യൂളിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്, ആദ്യം ആ റിയാക്ഷൻ്റെ നെയിം എഴുതുക, അതിൻ്റെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എഴുതുക, അതിൻ്റെ പ്രോഡക്റ്റ് എഴുതുക, അതിൻ്റെ റിയേജൻ്റ് ഏതാണെന്ന് എഴുതുക, ഏത് റിയേജൻ്റാണ് അവിടെ ഈ റിയാക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, കാറ്റലിസ്റ്റ് വേണോ, ടെമ്പറേച്ചർ വേണോ, പ്രഷർ വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അവിടെ നോക്കണം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പഠിച്ചതാണെങ്കിൽ വേഗം തന്നെ ഒരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, ഒരു ചാർട്ട് ഉടൻ തയ്യാറാക്കുക. അതായത് ഓൾ നെയിം റിയാക്ഷൻസ്. ഇപ്പം നിങ്ങൾക്ക് S6 ഓർഗാനിക്കിൻ്റെ എല്ലാ നെയിം റിയാക്ഷൻസും എഴുതാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ ബേസിസിൽ എഴുതാം. അപ്പോൾ അത് ഫസ്റ്റ് കോമ്പൗണ്ട്, സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഏതാണ്, എൻഡ് പ്രോഡക്റ്റ് ഏതാണ്, അവിടെ കൺവേർട്ട് ചെയ്യാൻ ഉള്ള റിയേജൻ്റ് എന്താണ്, കണ്ടീഷൻസ് എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേഗം തയ്യാറാക്കി വയ്ക്കുക. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പോൾ നോർ സിന്തസിസ് ആൻഡ് ഹാൻഷ് സിന്തസിസ് എന്നാണ് ഈ രണ്ട് റിയാക്ഷൻസാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ സിന്തസിസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഫ്യുറാൻ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഫ്യുറാൻ, പൈറോൾ, തൈഫീൻ, പിറിഡിൻ, ഈ 4 കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസും സിന്തസിസുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ പേര് വെച്ചിട്ട് പ്രത്യേകമായിട്ട് ആ റിയാക്ഷൻസും കൂടെ നോക്കിക്കൊള്ളുക. ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഇതിലേതാണ് മോർ ഇമ്പോർട്ടൻ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല, 4ഉം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേതിൻ്റെ വേണമെങ്കിലും സിന്തസിസ് ചോദിക്കാം, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസും അത് ടെക്സ്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സമയം കിട്ടുവാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, സിന്തസിസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ക്യുനോളീൻ, ഐസോക്യുനോളീൻ ആൻഡ് ഇൻഡോൾ. ഇതും അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഓർഗാനിക് കെമിസ്ട്രി ഹെട്രോസൈക്ലിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പേരെടുത്ത് പറയുന്ന എല്ലാ കോമ്പൗണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതും വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് തന്നെ സിന്തസിസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ക്യുനോളീൻ, ഐസോക്യുനോളീൻ ആൻഡ് ഇൻഡോൾ, ഇത് 3ഉം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അവിടെ എടുത്ത് പറയുന്നുണ്ട് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സ്ക്രോപ്പ്, ബിഷ്ലർ, നാപ്രാൽസ്കി ആൻഡ് ഫിഷർ ഇൻഡോൾ സിന്തസിസ്. ഈ പറഞ്ഞ പോലെ ഈ പേരെടുത്ത് പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ റിയാക്ഷൻസ് പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ഓർഗാനിക് ഹെട്രോസൈക്ലിക്സിനകത്ത് സ്ട്രക്ചർ എലൂസിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ട്രക്ചർ എഴുതി വയ്ക്കും, പക്ഷേ ആ സ്ട്രക്ചർ പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് റിയാക്ഷൻ സ്റ്റെപ്സ് വഴി അതിൻ്റെ അതിൻ്റെ മോളിക്കുലർ ഫോർമുല, അതിൻ്റെ ബോണ്ട്, അതിൻ്റെ ബോണ്ടിങ്, അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ടിവിറ്റി, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ റിയൽ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയറുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ എലൂസിഡേഷൻ പറയുന്നത്. അത്തരം സ്ട്രക്ചർ എലൂസിഡേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കോമ്പൗണ്ട് ഇതാണ് ക്യുനോളീൻ. വേറെ പലതിൻ്റെയും സ്ട്രക്ചർ എലൂസിഡേഷൻ ആവശ്യമില്ല എന്ന് സിലബസിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നത് ക്യുനോളീൻ്റെയാണ്. അതുകൊണ്ട് സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഓഫ്
ദെൻ സ്ട്രക്ചർ ഓഫ് പ്യൂറീൻ ആൻഡ് പിറിമിഡീൻ ബേസസ്. ഇവിടെ എല്യൂസിഡേഷൻ അല്ല, വെറുതെ സ്ട്രക്ചറാണ്. പ്യുറൈൻ്റെ സ്ട്രക്ചറും പിരിമിഡീൻ ബേസിസിൻ്റെ സ്ട്രക്ചറും പറയണം. സ്ട്രക്ചർ വരയ്ക്കുകയാണ്. സ്ട്രക്ചർ എല്യൂസിഡേഷൻ എന്ന് പറയുന്നത് ആ സ്റ്റെപ്പ് വൈസ് സ്ട്രക്ചറാണ്. അത് പല പല റിയാക്ഷൻ സീരീസ് ഓഫ് റിയാക്ഷൻസ് വഴിയിട്ടാണ് നമ്മൾ ഈ ക്വിനോളിൻ്റെ സ്ട്രക്ചർ പ്രൂവ് ചെയ്യുന്നത്. അതാണ് സ്ട്രക്ചർ എല്യൂസിഡേഷൻ. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അത് എസ്എ ക്വസ്റ്റ്യൻ പഠിക്കുക, ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് പഠിക്കാം. പിന്നെ ഡ്രഗ്സാണ്. ഡ്രഗ്സിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ, അത് ജനറലായിട്ടൊരു ഐഡിയ ആണ്. അതിനകത്ത് നമുക്ക് വേണ്ടുന്നത് ഏതൊക്കെ ഡ്രഗ്സാണ്. അതൊന്ന് സൾഫാനിലമൈഡ് ഡ്രഗ്സ്, സൾഫാതയസോൾ, സൾഫാപിറിഡീൻ, പാരസെറ്റമോൾ ആൻഡ് ആസ്പിരിൻ. നിങ്ങൾക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പാരസെറ്റമോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ഉപയോഗിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ എഴുതാനുള്ള സമയമാണ്. ആസ്പിരിൻ, വളരെ നമ്മൾ എപ്പോഴും പറയുന്ന പേരാണ് ആസ്പിരിൻ, പാരസെറ്റമോൾ, അതുപോലെ ചില സൾഫ ഡ്രഗ്സ്. അപ്പോൾ കോമൺ ആയിട്ട് സൾഫ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം സൾഫ ഡ്രഗ്സ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ പറയേണ്ടത് സൾഫാനിലമൈഡ്, സൾഫാതയസോൾ, സൾഫാപിറിഡീൻ, പിന്നെ പാരസെറ്റമോളും ആസ്പിരിനും. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ തന്നെ പറയുന്നുണ്ട് സൾഫാനിലമൈഡ്, സൾഫാതയസോൾ, അതുപോലെ തന്നെ സൾഫാപിറിഡീൻ. അപ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അതിനകത്ത് സൾഫറും ഉണ്ട്. അപ്പോൾ ആ സ്പെഷ്യാലിറ്റി ഇൻ സ്ട്രക്ചർ നോക്കി വയ്ക്കുക. ദെൻ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സൾഫ ഡ്രഗ്സ് ആൻഡ് ആംഫിസിലിൻ. അപ്പം ഇതെങ്ങനെയാണ് സൾഫ ഡ്രഗ്സും അതുപോലെ തന്നെ ആംഫിസിലിനും എങ്ങനെയാണ് ബോഡിയിൽ അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ബോഡിയിൽ അസിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും നോക്കി വയ്ക്കുക. ദെൻ എലിമെൻ്ററി ഐഡിയ ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ക്ലോറോക്വീൻ. ദെൻ ഇത് ഇബുപ്രൂഫിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇബുപ്രൂഫിൻ ആൻഡ് ഫീനോബാർബിറ്റോൾ. ഇതെന്ന് പറയുന്നത് സ്ലീപ്പിംഗ് പിൽസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ പേരൊക്കെ കേട്ടാൽ നമ്മളങ്ങനെ ഓടിപ്പോവില്ല. കാരണം വേറെ ആർക്കും, കെമിസ്ട്രിക്കാർക്ക് മാത്രം ഉള്ള, അല്ലെങ്കിൽ ആ ഫാർമക്കോളജി പഠിക്കുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുള്ളൂ, ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു വളരെ ചലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി പോകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം അടുത്ത വീഡിയോയിൽ പറയാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.